എൻസിപിയിൽ മന്ത്രിസ്ഥാന തർക്കം അതിരൂക്ഷമാവുകയാണ്. ഇത് പരിഹരിക്കുന്നതിനു വേണ്ടി എൻസിപി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ഇപ്പോൾ സംസ്ഥാന നേതാക്കളെ ചർച്ചയ്ക്കായി വിളിച്ചിരിക്കുകയാണ്. മറ്റന്നാൾ മുംബൈയിലാണ് ചർച്ച. ഈ ചർച്ചയിൽ മന്ത്രി എ.കെ. ശശീന്ദ്രനും തോമസ് കെ തോമസും പി.സി. ചാക്കോയും പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുകയാണ്. അരുൺ, എൻസിപിയിൽ അങ്ങനെ ഒരു മന്ത്രിതർക്കം ഇല്ല എന്ന് എ.കെ. ശശീന്ദ്രൻ ആവർത്തിച്ചു പറയുന്നു. അദ്ദേഹം ഒരു കാരണവശാലും മന്ത്രിസ്ഥാനം ഒഴിയില്ല എന്ന നിലപാടിലാണല്ലോ. ഇപ്പോൾ ഈ മൂന്ന് പേരെയും മുംബൈയിലേക്ക് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുമ്പോൾ എന്തായാലും മന്ത്രിസ്ഥാനത്തിൽ ഒരു മാറ്റം ഇതേ നിലപാട് തന്നെ ആയിരിക്കുകയില്ലേ സ്വാഭാവികമായും ദേശീയ നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത്? എൻസിപിയിൽ മന്ത്രിസ്ഥാനത്തിൽ തർക്കമുണ്ടെന്നത് വസ്തുതയാണ്. എ.കെ. ശശീന്ദ്രനെ മാറ്റാൻ വേണ്ടി വലിയ നീക്കം എൻസിപിയിൽ നടക്കുന്നു. അത് എൻസിപിയുടെ സംസ്ഥാന അധ്യക്ഷൻ പി.സി. ചാക്കോ അടക്കമുള്ളവർ ശശീന്ദ്രൻ മാറണമെന്ന നിലപാട് ഉള്ളവരാണ്. തോമസ് കെ തോമസ് മന്ത്രിയാകട്ടെ എന്നാണ് ആ വിഭാഗം പറയുന്നത്. പക്ഷേ ശശീന്ദ്രൻ ഇപ്പോഴും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, ഒഴിഞ്ഞു മാറാനും തയ്യാറല്ല. അങ്ങനെ മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നാൽ എം.എൽ.എ. സ്ഥാനം കൂടി രാജിവെക്കുമെന്നൊരു ഭീഷണി ശശീന്ദ്രൻ പാർട്ടി നേതൃത്വം അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും അക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നാണ് സൂചന. മുഖ്യമന്ത്രിയുടെ പിന്തുണ ശശീന്ദ്രൻ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഏതായാലും ശരത് പവാറിന്റെ വാക്കുകളാകും ആ പാർട്ടിയിൽ നിർണായകം. അതുകൊണ്ടാണ് ശരത് പവാറിന്റെ യുവരാജ്യ യോഗം ഏറ്റവും പ്രധാനപ്പെട്ടാകുന്നത്. യുവരാജ്യയിൽ 3 നേതാക്കളെ മുംബൈയിലേക്ക് വിളിച്ചിട്ടുണ്ട്. 3 പേരും പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ആ യോഗത്തിൽ ശരത് പവാർ നിലപാട് വ്യക്തമാകും. അതോടുകൂടി എൻസിപിയിലെ മന്ത്രി ആര് ശശീന്ദ്രൻ തുടരുമോ അല്ലെങ്കിൽ തോമസ് കെ തോമസ് ഇനിയുള്ള കാലം മന്ത്രിസ്ഥാനത്തേക്ക് വരുമോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. ശരി, എൻസിപിയിൽ മന്ത്രിതർക്കമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാവുകയാണ്. ഇക്കാര്യം എ.കെ. ശശീന്ദ്രൻ നിഷേധിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം എന്നുള്ള ആവശ്യം എൻസിപിയിലുണ്ട്. ഈ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ദേശീയ അധ്യക്ഷൻ ശരത് പവാർ മുംബൈയിൽ ചർച്ചയ്ക്കായി വിളിച്ചിരിക്കുന്നത്. മറ്റന്നാളാണ് ചർച്ച.